ഹലോ ഗൈസ്, ഇന്ന് ജനുവരി 15. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ബാങ്ക് നിഫ്റ്റി എല്ലാം കണ്ടിന്യൂസ് ഫോൾ ആയിരുന്നു. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലെവലുകൾ. ഇപ്പം ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 6 മാസത്തെ ലോ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. നിഫ്റ്റി ആണെങ്കിൽ നവംബർ 21 ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ ബ്രേക്ക് ചെയ്ത് നിൽക്കുവാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുവാണ്. അപ്പം ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ കുറെ ദിവസങ്ങൾക്കുള്ള ഫോൾക്ക് ശേഷം നിഫ്റ്റി ഇന്നലെ ഒരു രാവിലെ മോർണിംഗ് തൊട്ട് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു, കാണാൻ പറ്റും. ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റിയിൽ. പക്ഷെ അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ അതിന് വിരുദ്ധമായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഒരു ഹയർ ലോ ഫോർമേഷനില്ല ഇന്നലെ മുഴുവൻ ട്രേഡ് ചെയ്തത്. ഒരിക്കലും മോർണിംഗിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ലോയെ അതിനുശേഷം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്വിംഗ് ലോസ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാതെ തന്നെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ രണ്ട് ഇൻഡെക്സുകളും വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ് ഇന്നലെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ചിട്ട് ഇന്നലത്തെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് നിഫ്റ്റിയിലെ ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഇന്നിപ്പം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പം ഈ നവംബറിലെ ലോ എന്ന് പറയുന്നത് 23,268 ആ ലോ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ 23,268 എന്നുള്ള ലെവലിന് മേളിൽ ഒരു 15 മിനിറ്റെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലോട്ട് കയറി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നിപ്പം ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇന്നലത്തെ ലോ എന്ന് പറയുമ്പോഴത്തേനും 23,134. അതിനുശേഷം പിന്നീട് ഒരാളുടെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് 23,048 അതിന് തൊട്ട് തലേദിവസത്തെ ലോയ. നിഫ്റ്റി 23,000 കൂടെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സിവിയർ ഫോള് അതിനുശേഷം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇത് ഒരു സിവിയർ ഫോള് ബേസ് വീണ്ടും ഒരു ഫോൾ ആണെന്നുള്ളത് കൺഫേം ചെയ്യണമെങ്കിൽ ഈ ഒരു ഇന്നലത്തെ ലോ അല്ലെങ്കിൽ 23,000 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഈ ഫോള് ഒരു കണ്ടിന്യൂ ചെയ്യാൻ പോകാന്നുള്ളത്. പക്ഷെ ഇന്ന് ചിലപ്പം ഇനി ഒരു അപ്സൈഡ് പോകണമെങ്കിൽ ചിലപ്പം ഇന്നും ഇങ്ങോട്ട് ചിലപ്പം ഈ ഒരു ലെവലുകളിൽ ചിലപ്പോൾ ഇത് കൺസോളിഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നിഫ്റ്റി ഇപ്പം ഇന്നിപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തെങ്കിലും ഇന്നലത്തെ PDH അവിടെ ഒരു സെല്ലിങ് നടന്നിട്ടുണ്ട്. അതുകൂടാതെ 23,333 ആ ലെവലുകളൊക്കെ തലേദിവസങ്ങളിലെ സെല്ല് നല്ല ആക്റ്റീവായിട്ട് നടന്നിട്ടുള്ളത് ലെവലുകളാണ്. അപ്പം അതെല്ലാം നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്യണം. കോൾ ഓപ്ഷനിൽ നിങ്ങളുടെ സെറ്റപ്പ് പ്രകാരം നിങ്ങൾ കോൾ ഓപ്ഷൻ നിങ്ങളൊരു എൻട്രി എടുക്കുവാണെങ്കിൽ നിങ്ങളൊരു ക്വിക്ക് സ്കാൽപ്പിംഗ് മോഡൽ അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത്. പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ക്വിക്കായിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കണം. അപ്പം ഇന്ന് നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് മാർക്കറ്റ് ഈ ലെവലുകളിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസോളിഡേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ലോവർ ലെവലുകളിൽ. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഈ ലോവർ ലെവലുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു ബീറിഷ് മോഡിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാർക്കറ്റിന്റെ ഇപ്പം ഈ കണ്ടിന്യൂസ് ഫോളിന് ശേഷമുള്ള ഈ കൺസോളിഡേഷൻ ഫേസിൽ ചിലപ്പം ഇത് മാർക്കറ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ചിലപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധ്യത കാണുന്നുണ്ട് കൂടുതലായിട്ട്. അതുകൊണ്ട് ഇപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റി ഇന്നലെ ഒരു നോ ട്രേഡ് സോണിലാണ് ഇപ്പൊ നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത്. അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റിക്ക് ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ആ ലെവലിനകത്ത് തന്നെയാണ് നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇന്നലത്തെ PDLനും PDHനും അവിടെ വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഒരു എൻട്രിക്ക് പ്ലാൻ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അതിനിടയ്ക്കാണെങ്കിൽ എൻട്രി എടുക്കുന്നെങ്കിൽ നിങ്ങൾ കോൾ സൈഡിലോട്ടും പുട്ട് സൈഡിലോട്ടും നിങ്ങൾ ട്രാപ്ഡ് ആയിട്ട് പോകും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. താങ്ക് യു.